നമസ്കാരം, ഇത് സന്തോഷ് ഒളിമ്പസാണ്. നമസ്കാരം, ഇത് പൊന്നി ഒളിമ്പയാണ്. അല്പം നീളമുള്ളതാണ്, എങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒന്ന് വഴിതിരിച്ചേക്കാം. ജീവിത വിജയം എന്നത് യാദൃശ്ചികമല്ല എന്നതാണ് പറയാനുള്ളത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് പോലെ പ്രകൃതിയിലെ ചില നിബന്ധനകൾ ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ജീവിത വിജയം എന്നത്. മണ്ണിൽ വീണ വിത്തുകൾ വെള്ളം തട്ടുമ്പോൾ മുളച്ച് സൂര്യപ്രകാശത്തിൽ തളിർത്ത് രാവിലും പകലിലും കൂടി തണ്ടിട്ട് കടന്നുപോയി പൂവിട്ട് കായിട്ട് വീണ്ടും വിത്തുകൾ ഉണ്ടാക്കുന്നവയാണ്. ഇപ്രകാരമെല്ലാം മുളച്ചും തളിർത്തും തണ്ടിട്ടും പൂത്തും കായ്ച്ചും വിത്തിട്ടും തുടരുവാൻ പാകത്തിലാണ് പ്രകൃതി ഓരോ വിത്തിനെയും രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു നിബന്ധന തടയപ്പെട്ടാൽ മുളയും തളിരും തണ്ടും പൂവും കായും വിത്തും ഒന്നും ഉണ്ടാകില്ല. ഒരു പടുവിത്ത് ഏത് കുപ്പയിലും മുളയ്ക്കും. എല്ലാ വിത്തിനും സ്വയം അതിജീവിച്ച് തലയുയർത്തുവാനുള്ള ശേഷിയുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാവുകയും അതിനെ മറികടക്കുവാനുള്ള കഴിവ് വിത്തിനില്ലാതിരിക്കുകയും ചെയ്താൽ പിന്നെ എങ്ങനെ തലയുയർത്താൻ? വെയിലും മഴയും തണലുമൊക്കെ സാഹചര്യങ്ങളാണ്. ചില ചെടികളുടെ വിത്തുകൾ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ മൂടപ്പെടും, മറയ്ക്കപ്പെടും, ചിലപ്പോൾ മരിക്കപ്പെടും. എന്നാൽ മറ്റു ചില ചെടികളുടെ വിത്തുകൾ ഈ സാഹചര്യങ്ങളെയും അതിജീവിക്കും. എത്ര തണലുള്ള ഇടമാണെങ്കിലും കവുങ്ങ് നിന്ന ഇടത്തു നിന്നും മുകളിലേക്ക് വളരുവാനേ ശ്രമിക്കുകയുള്ളൂ. തെങ്ങിന്റെ കാര്യം അങ്ങനെയല്ല. വെയിലുള്ള ഇടം ഗ്രഹിച്ചറിഞ്ഞ് അങ്ങോട്ടേക്ക് വളഞ്ഞു പുളഞ്ഞു ചെന്ന് വെയിൽ കായും. ഇത് പരിണാമം കൊണ്ടാണ്. കവുങ്ങ് വർഗത്തിൽ നിന്നും തെങ്ങ് വർഗത്തിലേക്കുള്ള പരിണാമം. ചെടിയുടെ ബോധത്തിലാണ് ഈ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. കവുങ്ങ് കവുങ്ങായിരിക്കുന്നതാണ് ധർമ്മം, തെങ്ങ് തെങ്ങായിരിക്കുന്നത്. തെങ്ങിന്റെ ശേഷികളെ ഉപയോഗിച്ച് പ്രകൃതി അതിനു മുകളിൽ നൽകിയിട്ടുള്ള നിബന്ധനകൾ പാലിക്കുവാൻ കഴിയുമ്പോൾ അത് ധർമ്മം നിർവഹിക്കുന്നുവെന്ന് പറയാം. അതാണ് തെങ്ങിന്റെ ജീവിത വിജയം. ധർമ്മം പാലിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം വിജയകരമാവുക. ഒരു കവുങ്ങ് മറിഞ്ഞു കിടന്ന് അകലെ നിന്ന് വെയിൽ കൊള്ളുന്നുവെങ്കിൽ അത് ധർമ്മവും വിജയവുമല്ല, അത് പതനമാണ്. പിന്നീട് നിവർന്നു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള പരാജയം. അല്പമൊക്കെ വളഞ്ഞും പുളഞ്ഞും അഭ്യാസം കാണിക്കാമെന്നല്ലാതെ തെങ്ങിന് അതിന്റെ എല്ലാ പരിധികളെയും കടന്ന് മറ്റൊന്നാവുക സാധ്യമല്ല. വിത്തിനും ചെടിക്കും ജന്തുവിനും കേവലമായ ജീവിത സാഹചര്യത്തിന്റെ നിബന്ധനകൾക്കകത്ത് വഴങ്ങി നിൽക്കുവാനുള്ള ശേഷിയേ ഉള്ളൂ. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. അവന് കേവലം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഭാവനാശേഷിയും അത് നടപ്പിലാക്കുവാനുള്ള ധിഷണയും ഉണ്ട്. അപ്പോൾ ഈ കേവല സാഹചര്യത്തിൽ നിന്നും മാറി നടക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യരെല്ലാവരും തന്നെ വിജയിക്കുമോ? ധർമ്മമാണ് പാലിക്കുന്നത് എങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. ധർമ്മമല്ലെങ്കിൽ അത് പതനമാണ്. എന്തേ മനുഷ്യരെല്ലാം വിജയിക്കാത്തത്? കവുങ്ങും തെങ്ങും തമ്മിലുള്ള പരിണാമത്തിന്റെ ദൂരം പോലെ തന്നെ ഏറെക്കുറെ ഒരേ രൂപത്തിലുള്ള നമ്മൾ മനുഷ്യർക്കിടയിലും ഈ പരിണാമ ദൂരമുണ്ട്. ചിലർ സാഹചര്യങ്ങൾക്ക് ഒത്തു വിധേയമായി നിലകൊള്ളും, മറ്റു ചിലർ സാഹചര്യങ്ങളെ വിധേയമാക്കി നിലകൊള്ളും, വേറെ ചിലർ പുതിയ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു മുന്നേറും. ഈ വ്യത്യാസം അവരവരിലുള്ള ശേഷികളിൽ പരിണാമമുണ്ടാക്കിയ ദൂരം കൊണ്ടാണ്. ഈ ശേഷികളാണ് മനുഷ്യരെ പരിണാമപരമായി വ്യത്യസ്തരാക്കുന്നത്. അതെ, ഒരേ കാലത്ത് നിലകൊള്ളുന്ന നാം ഓരോരുത്തരും പരിണാമപരമായി വ്യത്യസ്തരാണ്. ഈ ദൂരത്തെ കണക്കിലെടുക്കാതെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം എല്ലാവരെയും ഒരേ അച്ചിലിട്ട് വാർത്ത്
തെങ്ങിന് കവുങ്ങിന്റെ ഉത്തരവാദിത്വവും കവുങ്ങിന് തെങ്ങിന്റെ സ്വപ്നവും കൊടുത്ത് കുരങ്ങ് കളിപ്പിക്കുന്നത്, ആമയെ മരം കയറാനും കുരങ്ങിനെ നീന്താനും പഠിപ്പിച്ച് അംഗീകരിക്കുന്നത്. മനസ്സും ശരീരവും ബോധവും ബുദ്ധിയും തമ്മിലുള്ള അതികഠിനമായ ആശയക്കുഴപ്പമാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ഫലം. ഈ ആശയക്കുഴപ്പം മാറ്റി അവനവന്റെ പരിണാമസ്ഥാനം അറിഞ്ഞ് അവിടെ ചെയ്യേണ്ടുന്ന ധർമ്മങ്ങളെ അറിഞ്ഞു നടപ്പിലാക്കിയാൽ മാത്രമേ ജീവിത വിജയം സാധ്യമാവുകയുള്ളൂ. അതായത് ഓരോരുത്തരും പരിണാമ പട്ടികയിൽ അവനവന് പറഞ്ഞിട്ടുള്ള സ്ഥാനത്ത് നിന്നാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഈ പട്ടികയിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണമെന്നുണ്ടോ? അതറിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു വലിയ വഴിത്തിരിവായിരിക്കും. അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് മനസ്സിലാക്കാമെന്നല്ലാതെ ഞങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ പറഞ്ഞോ പഠിപ്പിച്ചോ കാണിച്ചോ തരുവാനാകില്ല. അതാകട്ടെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അളക്കുവാനും കഴിയില്ല. എങ്കിലും നാം കൂട്ടായി നിന്നുകൊണ്ട് പ്രയോഗിച്ച് ബോധ്യമാകാവുന്ന ഒരു വിദ്യയുണ്ട്, കോർട്ടേക്കാർവ്. സെർബ്രൽ കോർട്ടക്സിന്റെ ശേഷികളെയും പരിമിതികളെയും അളന്ന് അറിഞ്ഞ് അതിനെ ചെത്തിമിനുക്കിയെടുക്കുന്ന ഒരു പരിശീലനം. ഒരു മനുഷ്യന്റെ പരിണാമഘട്ടത്തെ സ്വയം അളന്നു മനസ്സിലാക്കുവാനുള്ള ഒരു സങ്കേതമാണ് കോർട്ടേക്കാർവ്. സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടം അംഗങ്ങൾ ഒരുമിച്ച് ചില കായിക ചലനങ്ങളിലൂടെ ചെയ്യുന്ന താളനിബന്ധിതമായ ഒരു പ്രക്രിയയാണ് കോർട്ടേക്കാർവ്. നാഡീസഞ്ചാരധാരകളുടെ അഥവാ ന്യൂറൽ പാത്വേകളുടെ വിന്യാസവും ന്യൂറോണുകളിലെ സിനാപ്സുകളുടെ പശിമയുമൊക്കെ അക്ഷരവരികളിലൂടെ വിവരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ കൊണ്ട് മാത്രം മനസ്സിലാക്കാവുന്ന പരിശീലനം. ഈ പരിശീലനത്തിലൂടെ സ്വയം അറിയുവാൻ തുടങ്ങിയാൽ എവിടെയാണ് നമ്മുടെ മികവുകൾ എന്നും എവിടെയാണ് പോരായ്മകൾ എന്നും നമുക്ക് തന്നെ മനസ്സിലാക്കാം. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളിൽ വരുത്തിയ വികലമായ തടസ്സങ്ങൾ ചെത്തിമാറ്റി ശുദ്ധമാക്കാം. പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ധർമ്മപരമായ ഇടത്തിലുള്ള സർവശേഷികളെയും നമുക്ക് ഉണർത്തിയെടുക്കാം. സ്വയം അറിയുവാനും ഉണരുവാനുമുള്ള ധർമ്മം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതറിയുവാൻ സമയമായെങ്കിൽ ഈ പരിശീലനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതുക തന്നെ ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിച്ചു നോക്കി വിജയിക്കാത്തതിന്റെ കാരണം അന്വേഷിക്കുന്നവർക്ക് ഈ പരിശീലനം ശരിയായ ഒരു മറുപടി നൽകും. കോർട്ടേക്കാർവ് പരിചയപ്പെടുവാനും പരിശീലിക്കുവാനും കുടുംബസമേതം വരിക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഞങ്ങളെ ഒന്ന് ഫോൺ ചെയ്യുക. ഫോൺ നമ്പർ 9497628007. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഇത് ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന പരിപാടിയായതിനാൽ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. സന്തോഷ് ഒളിമ്പസ്.